സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയിൽ നാശം. ഇടുക്കിയിൽ വൻമരം കടപുഴകി വീണ നിരവധി വാഹനങ്ങൾ തകർന്നു. കോഴിക്കോട് കൊടിയത്തൂരിലും കനത്ത മഴയിലും കാറ്റിലും വീട് തകർന്നു. പെരുവയലിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കണ്ണൂർ തളാപ്പിൽ കെട്ടിടവും മതിലും തകരുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിലേക്ക് ആൽവിൻ തോമസാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആൽവിൻ, കനത്ത മഴയാണ് പെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നാശനഷ്ടവും അത്ര തന്നെ കനക്കുന്ന ഒരു സാഹചര്യമാണല്ലോ സംസ്ഥാനത്തുടനീളമുള്ളത്. എന്താണ് ഒരു പൊതു സാഹചര്യം? വിവരങ്ങൾ. ഷമലി, സംസ്ഥാനത്ത് ഒട്ടാകെ മിക്കവാറും ജില്ലകളിലൊക്കെ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. പല അലേർട്ടുകളും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. മുഴുവൻ ജില്ലകളിലും യെല്ലോ അലേർട്ടുണ്ട്. അതുകൂടാതെ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഇപ്പോൾ പുതിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തുടരുകയാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്ന നിലയിലാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. പക്ഷേ ശക്തമായ മഴ ഇടവിട്ട് പലയിടങ്ങളിലും പെയ്യുന്നുണ്ട്. ഇടുക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്പം മുമ്പാണ് ഇടുക്കി കമ്പംമേട്ടിൽ സെൻറ് ജോസഫ് പള്ളിയുടെ അങ്കണത്തിലുണ്ടായിരുന്ന ഒരു വലിയ വൻമരം കടപുഴകി ഏതാണ്ട് 4 കാറുകളും 5 സ്കൂട്ടറുകളും തകർന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു വലിയ മരമാണ്. അവിടെ ഒരു യോഗത്തിൽ പങ്കെടുക്കാനായി വന്ന ആളുകളുടെ ആ പള്ളിയുടെ ഇടവകയിൽ തന്നെയുള്ള ആളുകളാണ്. അവരാണ് അവിടെ പാർക്ക് ചെയ്തിരുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വലിയ വൻമരം ശക്തമായ മഴയിലും കാറ്റിലുമാണ് ഇത് കടപുഴകുന്നത്. കടപുഴകി ഇത്രത്തോളം വണ്ടികൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 4 കാറുകൾക്കും 5 സ്കൂട്ടറുകളും 5 ബൈക്കും സ്കൂട്ടറും അടങ്ങുന്ന വാഹനങ്ങൾക്കാണ് തകരാറ് പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും അത് മുറിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കണ്ണൂരിലെ വലിയ ഞെട്ടിക്കുന്ന ഒരു CCTV ദൃശ്യം ആ കാഴ്ചയിൽ തന്നെ നമ്മൾ കാണാവുന്നത് പോലെ തളാപ്പിൽ രാവിലെ കെട്ടിടവും മതിലും തകർന്നു വീഴുന്ന ഒരു വലിയ അപകടം, അതും ശക്തമായ മഴയെ തുടർന്നാണ് അത്തരത്തിലൊരു നടക്കുന്ന CCTV ദൃശ്യം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കണ്ണൂരിൽ തന്നെ ചില അപകടങ്ങളും ഈ മഴയുടെ കാഠിന്യത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. പുതിയ തെരുവിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. അതിൽ 12 പേർക്ക് പരിക്കേറ്റതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ കോഴിക്കോട് നഗരത്തിലും വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കൊടിയത്തൂരിൽ വീട് പൂർണ്ണമായും തകർന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഉള്ളിയേരിയിൽ തെങ്ങും കവുങ്ങും വീണ ഒരു അപകടം ഉണ്ടായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പെരുവയലിൽ കിണറിടിഞ്ഞു താഴ്ന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ വിവിധയിടങ്ങളിൽ മഴക്കെടുതികൾ വല്ലാതെ കൂടുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിലും മഴ അതിശക്തമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അലേർട്ടിനോടൊപ്പം നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം അത് ജനങ്ങൾ പാലിക്കണമെന്നുള്ളതാണ് എല്ലാ ജില്ലാ ഭരണകൂടങ്ങളും നൽകുന്ന നിർദ്ദേശം ഉള്ളത്. വരുന്ന മണിക്കൂറുകളിൽ അലേർട്ടുകളിൽ ഇപ്പോൾ മാറ്റം വരാം. പക്ഷേ ഇപ്പോൾ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. മറ്റ് ജില്ലകളിൽ ഓറഞ്ചും യെല്ലോ എന്ന നിലയിലാണ് ഇപ്പോൾ അലേർട്ട് തുടരുന്നത്. വരുന്ന മണിക്കൂറുകളിലും ഇടപെട്ടുള്ള ശക്തിയായ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്.